ഓക്കെ, ശ്രദ്ധിക്കുക. പോളിനോമിയൽസിന്റെ പാർട്ട് 6 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയ ഒരു തിയറം ഉണ്ട്, റിമൈൻഡർ തിയറം. അത് ജസ്റ്റ് ഒന്ന് പറയുവാണ്. റിമൈൻഡർ തിയറം ഇതാണ് പറയുന്നത്. റിമൈൻഡർ തിയറം പറയുന്ന ഇതാണ്: പി ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ്. പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, പി ഓഫ് എക്സ് ഇസ് എനി പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇഫ് പി ഓഫ് എക്സ് ഇസ് ഡിവൈഡഡ് ബൈ എ ലീനിയർ പോളിനോമിയൽ എക്സ് മൈനസ് എ, then the remainder is p of a. അപ്പൊ റിമൈൻഡർ പി ഓഫ് എ ആയിരിക്കും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, ഇത് എന്താണ്? റിമൈൻഡർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പി ഓഫ് എയിലേക്ക് എത്തിയെന്ന് വെച്ചാല്, എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. therefore x is equal to എന്താണ്? a വരും. അപ്പൊ ഈ ഒരു പാർട്ട് വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതായിരിക്കും. അതായത് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഡിവൈഡ് ചെയ്യുന്ന എക്സ് മൈനസ് എനെ 0 ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എക്സിന് എന്ത് കിട്ടും? എ കിട്ടും. സോ പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ. അതുപോലെ തന്നെ പി ഓഫ് എക്സിനെ നമ്മളിപ്പം എക്സ് മൈനസ് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ, എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 5. പി ഓഫ് 5 ആയിരിക്കും എന്ത്? റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് റിമൈൻഡർ തിയറത്തിന്റെ കാര്യം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടർ തിയറം ആണ്. ഓക്കെ, ഫാക്ടർ തിയറം. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. ഞാൻ ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെയിം നോട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസിന്റെ അതേ സെയിം സ്റ്റെപ്സ് തന്നെ ആയിരിക്കും നോട്ട്സിലും തരുന്നത്. അപ്പം വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല. ഓക്കെ, ഫാക്ടർ തിയറം ഇതാണ്: ഇഫ് പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, നോട്ട്സ് തരുന്നുണ്ട്. പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എ ബി എനി റിയൽ നമ്പർ. അപ്പം എ എന്താണ്? പി ഓഫ് എക്സ് എന്താണ്? പോളിനോമിയൽ. എ എന്താണ്? എനി റിയൽ നമ്പർ. എ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്. ദെൻ ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ. ഓക്കെ, അപ്പം പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ, എ എന്താണ്? ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എ ഒരു ഫാക്ടർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് എ എന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ, ദെൻ നമുക്ക് പറയാൻ പറ്റണം പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇത്രയും പറയുമ്പോൾ ചിലപ്പം കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിന് വേറൊരു കേസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നോക്കി, പി ഓഫ് എക്സിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? എക്സ് മൈനസ് എ. അപ്പം നമ്മൾ കണ്ടുപിടിച്ച റിമൈൻഡർ എന്താണ്? പി ഓഫ് എ. അപ്പൊ ഈ പി ഓഫ് എ അല്ലെങ്കിൽ ഇവിടുത്തെ പി ഓഫ് എ 0 കിട്ടിയാൽ, അതാണ് ഇവിടുത്തെ പി ഓഫ് 5 എന്ത് കിട്ടിയാൽ? 0 കിട്ടിയാൽ എന്ത് ഫാക്ടർ? എക്സ് മൈനസ് എ ഫാക്ടർ. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ, ഇതിനെ എ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആവുകയും ആണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആവണമെങ്കിൽ പി ഓഫ് എ എന്ത് വരണം? 0. അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. എക്സ് മൈനസ് എ ഫാക്ടർ ആവണമെങ്കിൽ എക്സ് മൈനസ് എ ഇസിക്കൽ ടു 0, എക്സ് ഇസിക്കൽ ടു എ. ആ എ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഈ സെയിം കേസ് തന്നെയാണ് പറയുന്നത് അവിടെ. ഇനി നമുക്കൊരു കേസ് കൂടെ പറയാം. അടുത്തൊരു കേസ് പറയാം. If P of A is equal to 0, അപ്പം if P of A is equal to 0, നമുക്ക് എന്ത് പറയാൻ പറ്റും? Then x minus A is a factor. അപ്പൊ ഫാക്ടർ തിയറത്തില് ഫാക്ടർ ആണോ ഇല്ലയോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണ്. ഓക്കെ, പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? പി ഓഫ് എ ആയിരിക്കും, അല്ലെ? സോ അത് 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഈസ് എ എന്തെന്ന് പറയാൻ പറ്റും? ഫാക്ടർ എന്ന് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എക്സ് എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. അതിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ആണ് എന്തോ? എക്സ് മൈനസ് എ ഇസിക്കൽ ടു 0, എക്സ് ഇസിക്കൽ ടു എ.
പി ഓഫ് എ ആണ് റിമൈൻഡർ. ഓക്കെ, അപ്പൊ ആ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ എന്ത് ഫാക്ടർ ആണ്? എക്സ് മൈനസ് എ ഫാക്ടർ ആണ്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വരുന്നത്. നമുക്കിനി പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം പ്രോബ്ലംസ് ചെയ്യുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ഇതിന്റെ തിയറി എഴുതിയെടുക്കണം. തിയറി ഇങ്ങനെയാണ് പറയുന്നത്: ഇഫ് പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n greater than or equal to 1 and a is any real number, then x minus a is a factor of p of x if p of a is equal to 0. അതാണ് തന്നെ p of a is equal to 0 if x minus a is a factor. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആകണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് തന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേണ്ട. അപ്പൊ എക്സൈസ് 2.4 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. എക്സൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 1. ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ് ഹാസ് എക്സ് പ്ലസ് 1 ആസ് ഫാക്ടർ. അതായത് ഫസ്റ്റ് ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അടുത്തത് അപ്പൊ അതിന് എന്താണ്? എക്സ് പ്ലസ് 1 ഫാക്ടർ ആണോ എന്നാ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ കുറെ പോളിനോമിയൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് പ്ലസ് 1 ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? റിമൈൻഡർ തിയറത്തിൽ ചെയ്ത കണക്ക് തന്നെ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -1. therefore റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ ഇസ് ഈക്വൽ ടു പി ഓഫ് -1. ഇതൊക്കെ നമ്മൾ റിമൈൻഡർ തിയറത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതുവരെ സെയിം പഴയ കണക്ക് തന്നെ. എന്നിട്ട് പി ഓഫ് -1 കണ്ടുപിടിക്കണം. പി ഓഫ് -1 ഇസ് ഈക്വൽ ടു, അതായത് റിമൈൻഡർ ആണിത്, -1ന്റെ ക്യൂബ് പ്ലസ് -1ന്റെ സ്ക്വയർ പ്ലസ് -1 പ്ലസ് 1. അതായത് എക്സ് വരുന്നിടത്തെല്ലാം എന്തിട്ട് കൊടുക്കണം? -1. സോ -1ന്റെ ക്യൂബ് -1 പ്ലസ് -1ന്റെ സ്ക്വയർ 1 പ്ലസ് ഓഫ് പ്ലസ് -1 ആകുമ്പോഴത്തേക്ക് -1 പ്ലസ് 1. അപ്പൊ നോക്കിക്കേ, ഈ -1ഉം പ്ലസ് 1ഉം ഈ -1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആയപ്പോ ആൻസർ എന്ത് വന്നു? 0. therefore ശ്രദ്ധിക്കുക, പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0 വന്നാല് നമുക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് 1 എന്താ? ഫാക്ടർ. ഇത്രേ ഉള്ളൂ ഫാക്ടർ തിയറത്തിനകത്ത് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട്, അത് കണക്ക് തന്നെ എക്സ് പ്ലസ് 1 ഒരു ലീനിയർ ഇക്വേഷൻ ഉണ്ട്. അപ്പോ ഈ പോളിനോമിയൽ ഇക്വേഷന്റെ ഫാക്ടർ ആണോ എക്സ് പ്ലസ് 1 എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മള് എക്സ് പ്ലസ് 1 ഇസിക്കൽ 0, എക്സ് ഇസിക്കൽ ടു -1, അതുകൊണ്ട് തന്നെ റിമൈൻഡർ എന്താണ്? പി ഓഫ് -1. അപ്പം റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. റിമൈൻഡർ എന്താണ്? 0. ഇത്രേ ഉള്ളൂ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദിസ് പോളിനോമിയൽ ഈസ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 എന്ന് ചോദിച്ചാലും ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. അപ്പൊ റിമൈൻഡർ 0 ആയതുകൊണ്ട് എന്താണ്? എക്സ് പ്ലസ് 1 ഈസ് എ ഫാക്ടർ. അപ്പൊ ഇവിടെ എഴുതേണ്ട പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0. therefore എക്സ് പ്ലസ് 1 ഈസ് എ ഫാക്ടർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണിത്. 1ല് സബ് ക്വസ്റ്റ്യൻ 1 ആണ്. 1ല് സബ് ക്വസ്റ്റ്യൻ 1. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ് ക്വസ്റ്റ്യൻ 4 ആണ്. ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ 4. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് അടുത്ത് വെച്ചിരിക്കുക. ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യന്റെ ഈ പി ഓഫ് എക്സ് പോളിനോമിയൽ മാത്രം മാറ്റിയാൽ മതി, ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 പ്ലസ് √2 ഇൻറ്റു എക്സ് പ്ലസ് എത്ര? √2. അപ്പൊ ഇവിടെയും എക്സ് പ്ലസ് 1 ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ സെയിം എന്തോ? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -1. therefore എന്തെഴുതണം? റിമൈൻഡർ ഇസ് ഈക്വൽ ടു പി ഓഫ് -1. അപ്പൊ ഇവിടെയും പി ഓഫ് എന്ത് കണ്ടുപിടിക്കണം? -1 കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് വരും? -1ന്റെ ക്യൂബ് മൈനസ് ഓഫ് -1ന്റെ സ്ക്വയർ മൈനസ് ഓഫ് 2 പ്ലസ് √2 ഇൻറ്റു -1, അത് ബ്രാക്കറ്റ് ഇടണം, അത് ശ്രദ്ധിക്കുക, പ്ലസ് √2. -1ന്റെ ക്യൂബ് -1 മൈനസ് -1ന്റെ സ്ക്വയർ 1. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മിക്ക ആൾക്കാർക്കും തെറ്റിപ്പോകാറുണ്ട്. ഈ -1 ഫ്രണ്ട് എടുത്താൽ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി പോകും? പ്ലസ് 2 പ്ലസ് √2 പ്ലസ് √2. അപ്പൊ നോക്കിക്കേ, -1 -1 -2 പ്ലസ് 2 പ്ലസ് √2 പ്ലസ് എത്ര?
√2. ഇതും ക്യാൻസൽ ആയി പോകും. √2 + √2 എത്ര വരും? 2√2 വരും. സോ 2√2 ആണ് വന്നത്. therefore എന്തല്ല, p of -1 not equal to എന്താണ്? 0. p of -1 എന്ത് വന്നില്ല? 0 വന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? x + 1 ഈസ് നോട്ട് എ എന്ത് ഫാക്ടർ ഓഫ് എന്ത് ഈ p of x, ഈ പോളിനോമിയലിന്റെ എന്തല്ല, ഫാക്ടർ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ ഈ ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ആണ്. എക്സൈസ് 2.4 സബ് ക്വസ്റ്റ്യൻ 1 4th ക്വസ്റ്റ്യൻ. ഇനി മെയിൻ ക്വസ്റ്റ്യൻ 1 2ഉം 3ഉം നിങ്ങൾ എന്തായിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ടെക്സ്റ്റിന്റെ ബാക്കിൽ തന്നെ അതിന്റെ ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ അത് ശരിയാണോ എന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇനി എക്സൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 2, അതായത് എക്സൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 2, മെയിൻ ക്വസ്റ്റ്യൻ 2 ആണ് ചെയ്യാൻ പോകുന്നത്. യൂസ് ദ ഫാക്ടർ തിയറം ടു ഡിറ്റർമൈൻ വെദർ g of x ഈസ് എ ഫാക്ടർ ഓഫ് p of x. അപ്പം g of x ഈസ് എ ഫാക്ടർ ഓഫ് എന്താണ്? p of x എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാനിത് ഒരുപാട് വലിച്ചു നീട്ടി എഴുതുന്നില്ല. g of x ഉം p of x ഉം തന്നിട്ടുണ്ട്. g of x p of x ന്റെ ഫാക്ടർ ആണോ എന്നാ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അങ്ങ് എഴുതിയാൽ പോരെ. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ചെയ്യുന്നത്. p of x എന്താണ്? x³ + 3x² + 3x + 1 എന്നുള്ളതാണ്. g of x ലീനിയർ പോളിനോമിയൽ ആണ് x + 1 x + 2. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നേരത്തെ ചെയ്ത് തന്നെ. പിന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എന്തോ g of x എന്നും p of x എന്നും ഒക്കെ തന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ g of x ഇതിന്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x + 2 = 0, x = എന്ത് കൊടുക്കാം? -2 എന്ന് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? റിമൈൻഡർ അല്ലെ? റിമൈൻഡർ എന്താണ്? p of -2. റിമൈൻഡർ എന്നത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. -2ന്റെ ക്യൂബ് + 3 × -2ന്റെ സ്ക്വയർ + 3 × -2 + 1. -2ന്റെ ക്യൂബ് -8 ആണ്, മറന്നു പോകരുത്. +2² 4, 4 × 3 എത്ര? 12, -6 + 1. സോ എന്തോ ഒരു ആൻസർ 12 + 1 എത്ര? 13 -8ഉം -6ഉം കൂടെ -14. അപ്പം 13 - 14 എന്ന് പറയുമ്പോഴത്തേക്ക് -1 ആണ്. ഓ ശരിയാണ്. സോ നമുക്ക് പറയാൻ പറ്റും p of -2 = not equal to 0. ഇത് എന്ത് വന്നില്ല? 0 വന്നില്ല. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? g of x, ഈ g of x is not a factor of എത്ര? p of x. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. പകരം അവര് പേരുകൾ എങ്ങനെ തന്നു? g of x എന്നും p of x എന്നും ഒക്കെ തന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത 3rd ക്വസ്റ്റ്യൻ അതിൽ. ഓക്കെ, ഇത് ആവശ്യമുള്ളവർ ഇവിടുന്ന് വേണമെങ്കിലും വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക, അല്ലാത്തവർ ശ്രദ്ധിക്കുക. സോ p of x ഇവിടെ തന്നിരിക്കുന്നത് x³ - 4x² + x + 6. g of x ഇവിടെ തന്നിരിക്കുന്നത് x - 3 എന്നുള്ളതാണ്. സോ പഴയ കണക്ക് തന്നെ ചെയ്താൽ മതി, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. x - 3 = 0, x = 3. therefore റിമൈൻഡർ എന്ന് പറഞ്ഞാൽ p of 3 ആണ്. that is equal to 3³ - 4 × 3² + 3 + 6. 3³ എന്ത് വരും? 3² 9, 9 3s are എത്ര? 27 - 3² 9, 9 4s are 36 + 3 + 6 അല്ലേ? പോസിറ്റീവ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യേ. 27ഉം 3ഉം 30, 30 + 6 എത്ര? 36 - 36 is equal to എത്ര വന്നു? 0. therefore p of 3 0 വന്നത് കൊണ്ട് x - 3. here g of x is a factor of എത്ര? p of x എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും x - 3 is a factor of this polynomial എന്നോ പറയാൻ പറ്റും.
അപ്പൊ അത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ പോസ്റ്റിന് ശേഷം ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. അതിനൊക്കെ എക്സൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ 1 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ 3 ആണ് ചെയ്യാൻ പോകുന്നത്. അതില് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ വളരെ ചുരുക്കി എഴുതുന്നതിന്റെ കാരണം ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും അടുത്ത് നോക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഓരോ കേസുകൾ തന്നിട്ടുണ്ട്, കുറെ കേസുകൾ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ്. അപ്പൊ എക്സ് മൈനസ് വൺ ഇവര് പറയുന്ന വെച്ചാല് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് മൈനസ് വൺ എന്താണ്, ഫാക്ടർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫാക്ടർ ആണെങ്കിൽ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആ പി ഓഫ് എക്സ് കൊണ്ട് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിനകത്ത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² പ്ലസ് kx പ്ലസ് √2 എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എഴുതാൻ പറ്റും. ഗിവൺ നമ്മൾ എഴുതണം, ഗിവൺ എക്സ് മൈനസ് വൺ ആൻസർ ആണിത്, ഈസ് എ എന്ത് ഫാക്ടർ ഓഫ് എത്ര 2x² പ്ലസ് kx പ്ലസ് √2. അപ്പൊ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് മൈനസ് വൺ ഇവിടെ ഫാക്ടർ ആണെന്ന് തന്നിരിക്കുവാണ്. അപ്പൊ നമുക്ക് ആ ഫാക്ടർ തിയറം ഒന്ന് നോക്കാം. ഫാക്ടർ തിയറം എന്താണ്? പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ഉണ്ട്, എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു എ. അപ്പം പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ, ദാറ്റ് ഷുഡ് ബി 0 ആയിരിക്കണം. അപ്പൊ റിമൈൻഡർ തിയറം ഓർത്ത് വെച്ചാലും മതി. അതായത് പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ, അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ് മൈനസ് എ ഉണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്ത്? എക്സ് മൈനസ് എ ഇസിക്കൽ 0, എക്സ് ഇസിക്കൽ ടു എ. പി ഓഫ് എ ആണ് റിമൈൻഡർ, അതെന്ത് വരണം? 0 വരണം. സോ അതുപോലെ ഇവിടെ ഇതിന്റെ ഫാക്ടർ ആണ് ഇതെങ്കിൽ, സോ ഗിവൺ എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 1, therefore റിമൈൻഡർ ഈക്വൽ ടു പി ഓഫ് മൈനസ് വൺ ഷുഡ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പി ഓഫ് മൈനസ് വൺ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ എക്സ് മൈനസ് വൺ ഇതിന്റെ എന്താവത്തുള്ളൂ? ഫാക്ടർ ആവത്തുള്ളൂ. therefore നമുക്ക് പി ഓഫ് മൈനസ് വൺ ഈക്വൽ ടു 0 എന്ന് പറയാം. പി ഓഫ് മൈനസ് വൺ എന്താണ്? 2 ഇൻറ്റു മൈനസ് വണ്ടെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു മൈനസ് വൺ പ്ലസ് √2 ഇസ് ഈക്വൽ ടു 0. മൈനസ് വണ്ടെ സ്ക്വയർ 1, 2 വരും, 2 മൈനസ് കെ പ്ലസ് √2. ഇവിടെ കെ ഇൻറ്റു മൈനസ് വൺ ആണ് മൈനസ് കെ വന്നത്, ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. പിന്നെ എന്ത് വരും? നമുക്ക് കെയിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. 2 പ്ലസ് √2 ഇസ് ഈക്വൽ ടു മൈനസ് കെ അപ്പുറത്ത് പോകുമ്പോൾ കെ, therefore കെ ഇസ് ഈക്വൽ ടു എത്ര? 2 പ്ലസ് √2 തിരിച്ചിട്ടു. സോറി, എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല, ഇതിനൊക്കെ ഇടുവാണ്. ശ്രദ്ധിക്കുക, എക്സ് മൈനസ് വൺ ഇസിക്കൽ 0, എക്സ് ഇസിക്കൽ ടു 1, therefore റിമൈൻഡർ പി ഓഫ് എന്താണ്? 1 ആണ്. ഓക്കെ, പാർട്ടിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റിയേക്കാം. പി ഓഫ് 1 ആണ് എന്ത്? റിമൈൻഡർ. therefore that should be എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1 is equal to 0. പി ഓഫ് 1 എന്ത് വരും? ഇതാണ് പി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ പി ഓഫ് 1 വരുമ്പോൾ 2 ഇൻറ്റു 1² പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് √2 is equal to 0. 2 പ്ലസ് കെ പ്ലസ് √2 is equal to 0. കെ അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇതെല്ലാം അപ്പുറത്ത് പോകുമ്പോൾ -2 മൈനസ് √2 എന്നൊരു കെയുടെ വാല്യൂ. അപ്പൊ ഇത് നല്ല ഒരു ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റിമൈൻഡർ തിയറവും ഫാക്ടർ തിയറവും പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് വൺ എങ്കിൽ ആ ലീനിയർ പോളിനോമിയലിനെ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 1. അപ്പൊ പി ഓഫ് 1 ഈ ഇക്വേഷനകത്ത് ആ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫുള്ള് 0 ആയി പോകണം. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുവാണ്, ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് ഇതെങ്കിൽ
ഇതിനെ സോൾവ് ചെയ്യണം ആദ്യം. ഏതിനെ? x-1. x-1 സോൾവ് ചെയ്യുമ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഈ പോളിനോമിയൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ 0 ആയി പോയാൽ എന്താണ്? ഫാക്ടർ ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. സോ നമ്മൾ p(-1) = 0 എന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ എന്ത് കിട്ടി? കെയുടെ വാല്യൂ കിട്ടും. അപ്പൊ കെക്ക് -2 - √2 കൊടുക്കുമ്പോഴാണ് x-1 അതിന്റെ എന്തായി മാറുന്നത്? ഫാക്ടറായി മാറുന്നത്. അപ്പൊ അത് വൃത്തിയായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. അതിന്റെ തന്നെ 4th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4th ക്വസ്റ്റ്യനിൽ p(x) എന്താണ്? kx² - 3x + k. അത് വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് വീണ്ടും എന്ത്? x-1. therefore find the value of k. സോ അപ്പൊ നമ്മൾ പറയണം if x-1 is a factor, x-1 is equal to 0, x is equal to 1. therefore റിമൈൻഡർ ഏതാണ്? p(1) തന്നെയാണ്. that should be എന്തായിരിക്കണം? 0 ആയിരിക്കണം. therefore p(1) is equal to 0. ഇവിടെ p(1) ആണെന്നോ x-ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? k × 1² - 3 × 1 + k. അപ്പൊ ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞ സെക്ഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ p(x) 1 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. സോ അപ്പൊ ഈ ഇക്വേഷൻ ഫുള്ള് 1 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? 0. സോ k - 3 + k = എന്ത് വരുന്നുണ്ട്? 0 വരുന്നുണ്ട് അല്ലേ? അപ്പം കെയും കെയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2k - 3 = 0. 2k = -3 അപ്പുറത്ത് പോകും +3. പിന്നെന്താണ്? k = എന്ത് വരും? 3/2 എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് x-1 എങ്കിൽ kക്ക് എന്തായിരിക്കണം? 3/2 ആണ് വരേണ്ടത്. സോ അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് ഉള്ളത് എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 3 സബ് ക്വസ്റ്റ്യൻ 1 and 3 ആണ് ഹോംവർക്ക്. ബാക്കി 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആവശ്യമുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എഴുതി എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം പഠിച്ചത് ഫാക്ടർ തിയറം ആണ്. പേജ് നമ്പർ 40 ഫാക്ടർ തിയറം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 വരെയുള്ള സെക്ഷൻസ് ഏകദേശം നോക്കിയിട്ടുണ്ട്. പക്ഷെ 4ഉം 5ഉം ഞാൻ ചെയ്യുന്നില്ല. എക്സസൈസ് 2.4 4ഉം 5ഉം മാത്രമായിട്ട് അടുത്ത സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം അത് ഡിവിഷനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഫാക്ടറൈസ് എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ആ 2 സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഒന്നാമത്തെ കേസ് അതിൽ ഫാക്ടറൈസ് എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നുണ്ട് 4th ക്വസ്റ്റ്യൻ. അപ്പം ഇപ്പോഴും 10th CBSE ഇരിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. +1 ആണെങ്കിലും +2 ആണെങ്കിലും ഫാക്ടറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരിക്കലും അത് ടോപ്പിക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. ഈ വർഷത്തെ 10th ഡിലീറ്റഡ് പോർഷൻസിനകത്തും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 2 ക്വസ്റ്റൻസ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഇത്രയും പോർഷൻസ് ഞാൻ നോട്ട്സ് ഇപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം നമ്മുടെ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.